സർ, സാധാരണ പ്രൊഫഷണലി ഒക്കെ ഹയർ ഒരു പൊസിഷനിൽ നിൽക്കുന്നവർ അവരുടെ ലൈഫിലും, അതായത് പേഴ്സണൽ ലൈഫിലും അവർ ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും എന്നാണ് നമുക്ക് പൊതുവെ തോന്നാറുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ആൾക്കാർ ആ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർ അവരുടെ പേഴ്സണൽ ലൈഫിൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിലർക്ക് അങ്ങനെയും ജീവിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ പറ്റുക? അല്ലെങ്കിൽ അത് അവരുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ട്രേറ്റ് കൊണ്ടായിരിക്കുമല്ലോ, അല്ലെ സാധാരണ നിന്ന് വ്യത്യസ്തരായി അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക? അത് എന്തുകൊണ്ടായിരിക്കും സർ? ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് കയറ്റ ഇറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ അവരൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും അവർ ആ റൂട്ട് മറക്കാറില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരെന്ന് പറയുന്നത് ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് അത് അവരുടെ ജീവിതത്തിൽ പ്രൊഫഷനെയും വീടിനെയും തമ്മിൽ അവർ ബന്ധിപ്പിക്കാറുണ്ട്. അത് പകരമായിട്ട് അവർ വീട്ടിൽ വരുന്ന ആൾക്കാരെ വളരെ കൃത്യമായി സ്വീകരിക്കുന്നു, വളരെ സിമ്പിളായിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് തന്നെയാണ്. ഇത് നേടിയെടുത്തിരിക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും നേടിയെടുത്തിരിക്കുന്നത് അവരുടെ പേരൻസുമായിട്ട് ഉള്ള, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നല്ല പേരൻസ് ആണെങ്കിൽ അവർ പറയും, നീ എത്ര വലിയൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും 100% നീ എന്തായിരിക്കണം, ആൾക്കാരോട് മിണ്ടുന്ന സമയത്ത്, അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യണമെന്ന് പേരൻസ് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതൊരു ഒരു ഘടകമായിട്ട് മാറും. പിന്നെ ഒരു സെൽഫ് റിയലൈസേഷനാണ്. എനിക്ക് പൊസിഷനുണ്ട്, എനിക്ക് പവറുണ്ട്, എൻ്റെ പവർ ഞാൻ കാണിക്കേണ്ടത് അത് കാണിക്കേണ്ട സ്ഥലത്താണ്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യവും കൂടി ഇവർക്കുണ്ട്. എല്ലാ റിയലൈസേഷനും കൂടി ഉണ്ടെങ്കിൽ അവർ വളരെ സിമ്പിളായിട്ട് ആൾക്കാരോട് പെരുമാറും. അങ്ങനെയുള്ള ആൾക്കാർ കടയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സിറ്റിയിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ അവർ ആ കൂട്ടുകാരായിട്ടാണ് പെരുമാറുന്നത്. വീട്ടിലാണെങ്കിൽ ഫാമിലി മെമ്പറായിട്ടാണ് പെരുമാറുന്നത്. അല്ലാതെ ആ പ്രൊഫഷനിലുള്ള ആ ഒരു ടൈറ്റിലല്ല അവർ ഉപയോഗിക്കുന്നത്. ഇത് ആ വ്യക്തിയുടെ നന്മയുടെ ഒരു സൂചന.